തൊടുപുഴ വെങ്ങല്ലൂരിൽ ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയായി കെ.എസ്.ഇ.ബിയുടെ വൈദ്യുതി ബിൽ. മീറ്റർ റീഡിംഗിലെ പിഴവിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ അമിത തുക വന്ന ഉപഭോക്താക്കൾക്കാണ് ഇത്തവണയും 20,000-ന് മുകളിലുള്ള ബിൽ ലഭിച്ചത്. എന്നാൽ ഇത് 3 വർഷത്തെ കുടിശ്ശികയാണ് എന്നാണ് കെ.എസ്.ഇ.ബിയുടെ വിശദീകരണം. ഇത്തവണ കെ.എസ്.ഇ.ബിയുടെ ബില്ലിലെ തുക കണ്ട് വെങ്ങല്ലൂർ സ്വദേശികൾ ഒന്ന് ഞെട്ടി. പ്രദേശത്തെ 6 കുടുംബങ്ങൾക്ക് ഗാർഹിക ഉപയോഗത്തിന് വന്ന വൈദ്യുതി ബിൽ 20,000 രൂപ. അതൊന്നും പറയുന്നില്ല, കാണിക്കുന്നില്ലല്ലോ. ചുമ്മാ ഒരു വലിയ തുക വന്നിട്ട് അടച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ? എവിടുന്ന് അടയ്ക്കാണ്ട് ഒരു അടിസ്ഥാനമില്ലാത്ത ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്നലെ ഇവനോടെ പോയില്ലെങ്കിൽ ബില്ല് ഇവിടെ ഇപ്പോഴും എത്തിയല്ല. ഡിസ്കണക്ഷൻ ഡേറ്റിൻ്റെക്കിലാണ് പിന്നെ തരുന്നതിന്. ഡിസ്കണക്ഷൻ 9-ാം തീയതിക്ക് വെച്ചിരിക്കുന്നതാണ്, 9/8-ലേക്ക്. ഒരു മാസം മുമ്പ് മേഖലയിലെ 300ഓളം കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ ഉയർന്ന തോതിൽ വൈദ്യുതി ബിൽ വന്നിരുന്നു. പിന്നീട് നടത്തിയ ചർച്ചയിൽ 24 തവണകളായി ബില്ലടച്ചു തീർക്കാൻ കെ.എസ്.ഇ.ബി സാവകാശം നൽകിയെങ്കിലും ഈ വാക്ക് പാലിക്കപ്പെട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിളിച്ചു ചേർത്ത യോഗമാണ്. ചെയർമാനും ഞാനും ഇവിടെ നിന്നുള്ള ഈ അമിത ബില്ല് വന്ന ആളുകളും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നതാണ്. അപ്പോൾ അവിടെ വച്ച് അന്നത്തെ സംസാരത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായ അവരുടെ കുഴപ്പങ്ങൾ മുഴുവൻ അവരെ ഏറ്റെടുത്തു. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്, റീഡിങ്ങിൽ വന്ന പിഴവാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. ഇനി അത് തുടർന്ന് മുമ്പോട്ട് പോകുമ്പം നിങ്ങൾക്കിത് തവണകളാക്കി തരാം, അത് 24 തവണകളാക്കി തരാമെന്നും അത് 2 വർഷം കൊണ്ട് അടച്ചാൽ മതിയെന്നും പിന്നെ ഇതിന് 1 രൂപ പോലും പലിശ ഈടാക്കില്ല എന്നും ഞങ്ങൾക്ക് അവിടെ വെച്ച് ഉറപ്പ് നൽകിയതാണ്. കെ.എസ്.ഇ.ബി ഈ മാസം അവസാനം വരെ ഫ്യൂസ് ഊരരുതെന്ന കോടതി നിർദ്ദേശം പാലിച്ചില്ലെന്നും ആക്ഷേപമുയരുന്നു. അതേസമയം ഇത്തരത്തിൽ ബില്ല് വരാനുള്ള കാരണം 3 വർഷത്തെ കുടിശ്ശികയെന്നാണ് കെ.എസ്.ഇ.ബിയുടെ വിശദീകരണം. വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാര്യമറിയിച്ചിട്ടും നടപടിയുമായി മുമ്പോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് കെ.എസ്.ഇ.ബി. ജനം, ഇടുക്കി.